UK സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നതിനിടയിലും ചാൻസലർ റേച്ചൽ റിവ്സിന്റെ ചൈന യാത്രയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ചാൻസലറിന്റെ തീരുമാനത്തെ പിന്തുണച്ച് കൾച്ചറൽ സെക്രട്ടറി ലിസ നാറ്റി വ്യാപാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ചൈനയുമായുള്ള യുകെയുടെ ബന്ധത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ലിസ നാറ്റി യാത്രയെ പിന്തുണച്ചു. ആഭ്യന്തര നയപരാജയങ്ങളെക്കാൾ ആഗോള സാമ്പത്തിക പ്രവണതകളാണ് കടം വാങ്ങാനുള്ള ചെലവ് വർദ്ധിക്കാൻ കാരണമെന്നവർ പറഞ്ഞു. സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനുള്ള നടപടികളും വളർച്ചയ്ക്കുള്ള ദീർഘകാല തന്ത്രങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് മന്ത്രി സർക്കാരിന്റെ സമീപനത്തിലുള്ള തന്റെ ആത്മവിശ്വാസം പങ്കുവച്ചു. പൗണ്ടിന്റെ വില കുറഞ്ഞു വരുന്നത് UK സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് രാജ്യത്തെ ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം തുടങ്ങിയ പൊതുസേവനങ്ങളെ ബാധിക്കാനും ഇടയുണ്ട്. നിലവിൽ അടിയന്തര വിപണി ഇടപെടലിന്റെ ആവശ്യകത UK ഗവൺമെന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആഗോളതലത്തിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദിഷ്ട വ്യാപാര താരിഫുകൾ മൂലമുണ്ടാകുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് വർദ്ധിച്ചുവരുന്ന കടമെടുപ്പ് ചിലവുകൾക്ക് ആക്കം കൂട്ടുന്നത്. ഗിൽഡ്സ് എന്നറിയപ്പെടുന്ന UK ഗവൺമെന്റ് ബോണ്ടുകൾ കുറഞ്ഞ അപകട സാധ്യതയുള്ള നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നവയാണ്. ഇവ പ്രധാനമായിട്ടും സർക്കാർ വായ്പയെടുക്കാൻ പെൻഷൻ ഫണ്ട് പോലുള്ള സ്ഥാപനങ്ങളാണ് വാങ്ങുന്നത്. ഗവൺമെന്റ് ബോണ്ടുകളുടെ പലിശ നിരക്കുകൾ അല്ലെങ്കിൽ ആദായങ്ങൾ ഓഗസ്റ്റ് മുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.